Next we are going to discuss the consumer behavior. Consumer behavior. So, who is a consumer? ആരാണ് ഒരു ഉപഭോക്താവ്? There is a definition which is given by International Dictionary of Management. അത് ഇങ്ങനെയാണ് പറയുന്നത്: Consumers are purchasers of goods and services for immediate use and consumption. Consumers are purchasers of goods and services for immediate use and consumption. അതായത് കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് ഉടനെ തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ഒരു സാധനമോ സേവനമോ പർച്ചേസ് ചെയ്യുന്ന ആളുകളെയാണ് കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. സോ ദ പോയിന്റ് ഹിയർ ഈസ് ഇമ്മീഡിയറ്റ് കൺസംഷൻ, ഇമ്മീഡിയറ്റ് യൂസ് ആൻഡ് കൺസംഷൻ എന്ന് വെച്ചാൽ ഉപയോഗിക്കണം, ഉടനെ തന്നെ ഉപയോഗിക്കുക എന്നുള്ള അർത്ഥത്തിൽ ആണ് അങ്ങനെയുള്ള ആളുകൾ. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാം, കൺസ്യൂമർ ഈസ് എ പേഴ്സൺ ഹു കൺസ്യൂം സം പ്രൊഡക്ട്സ് ഓർ സർവീസസ്. ഓക്കെ, സോ ദി കൺസ്യൂമർ ആൻഡ് ബയർ ഓഫ് എ പ്രൊഡക്റ്റ് may not be one and same. Sometimes it may be one and same. ചില സമയങ്ങളിൽ ഈ ബയ്യർ എന്ന് പറയുന്ന ആളും കൺസ്യൂമർ എന്ന് പറയുന്ന ആളും ഒന്നാകാം. സപ്പോസ് യു ആർ പർച്ചേസിങ് എ പെൻ ഫോർ യുവർ ഓൺ യൂസ്, then you are the buyer, you are the consumer. Okay. At the same time, your father is purchasing some kind of a notebook for you or textbook for you. Then your father is the buyer, you are the consumer. So there is a difference. Obviously there is a difference between this consumer and buyer. കൺസ്യൂമർ എന്ന് പറയുന്നത് അത് ഉപയോഗിക്കുന്ന ആൾ, ബയ്യർ എന്ന് പറയുന്നത് അത് വാങ്ങുന്ന ആൾ. ചില സാഹചര്യങ്ങളിൽ ഇത് രണ്ടും ഒന്നാവാം, ബയ്യറും കൺസ്യൂമറും ഒന്ന് തന്നെ ആവാം. ബട്ട് ഇൻ മെജോറിറ്റി ഓഫ് കേസസ് ദ ബയ്യർ ആൻഡ് കൺസ്യൂമർ മേ നോട്ട് ബി ദ സെയിം. ഇപ്പം ഒരു റീറ്റെയിലർ എടുക്കൂ, അല്ലെങ്കിൽ ഒരു ഹോൾസെയിലർ ഈസ് ഓൾസോ പർച്ചേസിങ് ഗുഡ്സ്. അറ്റ് ദ ടൈം ഓഫ് പർച്ചേസിങ് വാട്ട് ഈസ് ഹിസ് ഇൻറ്റൻഷൻ? ഹിസ് ഇൻറ്റൻഷൻ ഈസ് ടു റീസെൽ ദ ഗുഡ്സ് ടു ദ റീറ്റെയിലർ. സോ ഹി ഈസ് നോട്ട് എ കൺസ്യൂമർ, സോ ഹി ഈസ് ഓൺലി എ ബയ്യർ. ഓക്കെ, അതായത് പിന്നെ ഒരു മാനുഫാക്ചറർ റോ മെറ്റീരിയൽ വാങ്ങുന്നു, അത് എന്തിനു വേണ്ടിയിട്ടാണ് വാങ്ങുന്നത്? ആ റോ മെറ്റീരിയൽ ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കി മാറ്റി അത് വിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് വാങ്ങുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ അല്ലെങ്കിൽ ഒരു റീസെല്ലർ വാങ്ങുന്നു. റീസെല്ലർ മീൻസ് ഒരു ഹോൾസെയിലർ വാങ്ങുന്നു അല്ലെങ്കിൽ റീറ്റെയിലർ വാങ്ങുന്നു. ഇവർ രണ്ടുപേരുടെ ഉദ്ദേശം അത് ഉപയോഗിക്കുക എന്നുള്ളതല്ല. ഇൻസ്റ്റഡ് ദേ ആർ ഇൻറ്റൻഡിങ് ടു ഗിവ് ഇറ്റ് ഓർ റീസെൽ ദ സെയിം. ഓക്കെ, അപ്പം ദർ ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ബയ്യർ ആൻഡ് കൺസ്യൂമർ ആൻഡ് ദിസ് ഈസ് ദ ഡിഫറൻസ്. അപ്പോൾ ബയ്യർ ഈസ് എ പേഴ്സൺ ഹു ബൈസ് ദ ഗുഡ്സ് either for resale or for use in production or for the use of somebody else. അയാളെ നമുക്ക് എന്താണെന്ന് പറയാം? ബയ്യർ എന്ന് പറയാം. ബയ്യർ ആരാണ്? ബയ്യർ ഈസ് എ പേഴ്സൺ, അദ്ദേഹം ഒരു വ്യക്തിയാണ്. എന്താണ് പ്രത്യേകത? ഹു ബൈസ് ഗുഡ്സ്, സാധനങ്ങൾ വാങ്ങുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഐദർ ഫോർ റീസെയിൽ, എന്തിനു വേണ്ടിയിട്ടാവാം? റീസെയിലിന് വേണ്ടിയിട്ടാവാം. എന്ന് വെച്ചാൽ ഹോൾസെയിലർ വാങ്ങിക്കുന്നത് പോലെ അല്ലെങ്കിൽ റീറ്റെയിലർ വാങ്ങിക്കുന്നത് പോലെ. ഓർ ഫോർ യൂസ് ഇൻ പ്രൊഡക്ഷൻ, അത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു മാനുഫാക്ചറർ റോ മെറ്റീരിയൽ വാങ്ങുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ടു യൂസ് ഇറ്റ് ഫോർ പ്രൊഡ്യൂസിങ് സംതിങ്. അപ്പോൾ അങ്ങനെ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാവാം. ഓർ ഫോർ യൂസ് ഓഫ് സംബഡി എൽസ്, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഉപയോഗത്തിന് വേണ്ടിയിട്ടാവാം. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ ബയ്യർ എന്നാണ് ആ വാങ്ങിക്കുന്ന ആളെ പറയുക. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ? സോ ആക്ച്വലി ചില സമയങ്ങളിൽ വി ആർ യൂസിങ് ദീസ് ടു ടേംസ് ഇൻ്റർചേഞ്ചബിളി, രണ്ടും നമ്മൾ ഒരേപോലെ ഉപയോഗിക്കാറുണ്ട്. ബട്ട് ആക്ച്വലി ഇറ്റ് ഈസ് ഡിഫറെൻറ്റ്, ബോത്ത് ആർ ഡിഫറെൻറ്റ്. ബയ്യർ ഈസ് എ ഡിഫറെൻറ്റ് പേഴ്സൺ ആൻഡ് കൺസ്യൂമർ ഈസ് ഓൾസോ എ ഡിഫറെൻറ്റ് പേഴ്സൺ. ഓക്കെ.